കമോൺ ക്വിക്ക് വൈശൂട്ടി ഇറങ്ങിയാ വൈശൂട്ടി ഡാൻസ് ക്ലാസ് കൊണ്ടാക്കിയിട്ടാണ് വീട്ടിൽ പോകേണ്ടത്. വീട്ടിലല്ലോ സൊമാറ്റോ ജോലിക്ക് പോകേണ്ടത്. ഇത് മെനക്കെട്ട് ഗ്യാസ് എന്ന് അറിയാമോ? അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ വൈശൂട്ടി ഡാൻസ് ക്ലാസ് വന്നാച്ച്. ശരി ഓക്കെ പോയിട്ട് ഓക്കെ. ഉച്ചയ്ക്ക് റൗണ്ട് ഓടി ഓട്ടം കംപ്ലീറ്റ് മുരളയാണ്ടി നിയമ ഭാഗത്താണ്. അപ്പോൾ ഇനിയുള്ള വൈകിട്ട് ഓടുന്ന ഓട്ടവും അങ്ങോട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ അടുത്ത ഓട്ടം ആ ഭാഗത്തല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വാണിയെ പിക്കപ്പ് ചെയ്ത് നേരെ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ബ്ലോഗ് നമ്പർ 130 അയ്യോ മറന്നുപോയില്ല, അത്രയും ആവട്ടെ. ശരി, അത് വിഷയമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞത് അത് മറന്നുപോയില്ല, നോക്കട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് വെക്കേണ്ട പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞത് April 3, 2025 ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് വ്യാഴാഴ്ചയാണ്. നാളെ വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ച അത് പിന്നെ ശനിയാഴ്ച ആവാം. അതല്ല, നാളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത് നാളെ ലീവാണ്. ലീവ് എടുക്കാനുള്ള മെയിൻ കാരണം ഒരു സൂപ്പർ ട്രിപ്പ് ഉണ്ട്. അത് എവിടെയാണെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ട്രിപ്പാണിത്. ഇപ്പോൾ വേറെ റിവീൽ ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ പറയാം, അല്ലെങ്കിൽ മറ്റന്നാൾ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നൊരു ദിവസം സൊമാറ്റോ വ്ളോഗ്, ഇനി വരുന്ന 3-4 വ്ളോഗ് വന്നിട്ട് നമ്മളെ ഫാമിലി ട്രിപ്പുകളായിരിക്കും. സൂപ്പർ ആയിരിക്കും, വേറെ ലെവൽ വൈബിലായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടും എന്തായാലും. ഇപ്പോൾ സൊമാറ്റോ ഫാൻസുകാർ മാക്സിമം ഫാമിലി വ്ളോഗ് കാണാൻ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആ ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ, ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫുള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗൈസ്, കൊട്ടയ്ക്ക് നിൽക്കണം. ഒറ്റ കയ്യിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കമോൺ ഗൈസ്, കൊട്ടയ്ക്ക് നിൽക്കണം. വാ ഇപ്പോൾ നേരെ എങ്ങോട്ട് നമ്മൾ പോകുന്നത്? സാറ് നമ്മളെപ്പോഴും പോകുന്നത് വഴുതക്കാട് ഭാഗത്താണ്. ഇന്ന് നമ്മൾ പോകുന്നത് കിള്ളിപ്പാലം ഭാഗത്ത് പോകാം. ഒരു മിനിറ്റ്, ഞാൻ സൊമാറ്റോ ആപ്പ് ഓൺലൈനാക്കിയാൽ ഡൗട്ടായിരിക്കും. നോക്കട്ടെ ഒരു മിനിറ്റ്. എല്ലാം ടാബെല്ലാം ക്ലോസ് ചെയ്യണം. ചുമ്മാ ആവശ്യമില്ല കുറേ ചവർ ടാബ് കിട്ടുകയും ശരിയാവില്ല. ഓക്കെ, സൊമാറ്റോ ആപ്പ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ ഇരിക്കട്ടെ. അപ്പോൾ നേരെ കിള്ളിപ്പാലം പോകും. കിള്ളിപ്പാലം ഇവിടെ കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. എന്ത് വണ്ടി ബാറ്ററി പോകാറായ? അയ്യോ, ഓരോന്നാ വന്നുകൊണ്ടിരിക്കും. വണ്ടിയുടെ ടയർ ഞാൻ അറ്റമായിരിക്കുകയാണ്. അത് മാറ്റാൻ വേണ്ടി നിൽക്കുമ്പോൾ അടുത്ത ബാറ്ററി പോകണത് കണ്ട. വരുമ്പോൾ എല്ലാം ഒന്നിച്ച് വരുള്ളൂ. നമ്മൾ കുറച്ച് പൈസ റെഡിയാക്കി ഒരു കാര്യം വെച്ചേക്കുമ്പോൾ അതിനിടയിൽ കൂടെ വേറെ ചിലവ് വരും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ അതായിരിക്കും മെയിൻ ചിലവ്. അപ്പോൾ നമുക്ക് ചിലവാക്കി പറ്റും ആ പൈസ എടുത്ത്. അപ്പോൾ നമ്മൾ ആൾറെഡി ഒരു കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസ വന്നിട്ട് അവിടെ പോകുമ്പോൾ ഈ ഒരു കാര്യം പെൻഡിങ് ആവുകയാണ്. നല്ല അടിപൊളി വൈകുന്നേരം സമയമല്ലേ, ഒരു മാല ഇളം വൈകുന്നേരം. അഴകാന ഇലയുതിർക്കാലം சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാക്ക് ആൻഡ് കോർണർ ആക്സെപ്റ്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി പോട്ടാ, നമ്മളിലേക്ക് മീറ്റ് ചെയ്താൽ മുമ്പ് എവിടെ വെച്ചുകൊണ്ട് ലാസ്റ്റ് ഈ പേര് മറന്നു, ആളെ കണ്ടാൽ മനസ്സിലാവും. അയ്യോ വിളിച്ച് പറഞ്ഞു, കസ്റ്റമർ വിളിച്ച് പറയാറുണ്ട്. അവിടെ അടുത്ത് പറയുന്നത് അറിയിപ്പോൾ മനുഷ്യന്മാർ അറിയാ ഡെലിവറി മാർക്കായി പോകല്ലേ. കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. താഴെ വന്ന് ഫ്ലാറ്റ് താഴെ വെക്കണം നമ്മൾ ടേബിളിൽ അല്ലേ. അവിടെ നോക്കിയിട്ട് ഫുഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് ഫയർ ചെയ്യണം. ശരി, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അല്ലേ നല്ലത് ചെയ്താൽ നല്ലത് വരും. നമുക്ക് എന്തായാലും ഈ പൈസ പോയി കഴിഞ്ഞാൽ വേറെ പൈസ വരും ബ്രോ. ശരി പോട്ടെന്നാ. ബ്രോയുടെ പേര് മറന്നുപോയല്ലോ. ഗോകുൽ. ഓക്കെ, കണ്ടതിൽ സന്തോഷമുണ്ട്. ക്രിക്കറ്ററാ? അടിപൊളി. ശരി പോട്ടെ, ബൈ. സീ. ലൈഫ് അടിച്ച് പൊളിക്കണം. അതാരും അടുത്ത പയ്യൻ. ഹായ് നമ്മളെ വീഡിയോ യൂട്യൂബറാണ്. നമ്മളെ വീഡിയോ കാണോ? പൊളി തന്നെ. താങ്ക് യു. എവിടെ താമസിക്കുന്നത്? തിരുമല, അടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും അന്വേഷണം പറയണം കേട്ടല്ലേ. ബ്രോയുടെ പേരെന്താണ്? അശ്വിൻ. ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. അപ്പോൾ പോകുന്ന ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പുറത്താണ് പോവേണ്ടത്. ഓർഡർ റെഡി വരാനൊന്നുമില്ല. നമ്മൾ പോയി ചോദിക്കണം. അത്ര തന്നെ. കുറച്ച് മുമ്പ് ഒരു സംഭവം നടന്നു കേട്ടോ. സംഭവം എന്ന് പറയുമ്പോൾ എന്ത് പറയാ, കലികാലം എന്നാണ് പറയേണ്ടത്. ഒരു കൊച്ചു പെണ്ണ് കേട്ടോ, 8 പഠിക്കുന്നു. ആ പെണ്ണൊന്ന് പറയാൻ എടുത്ത് ഓപ്പണായിട്ട്, എൻ്റെ ലൈനെ കാണാൻ പോവുകയാണ്, എനിക്ക് പൈസ 10 രൂപ വേണോ. കഷ്ടമല്ലേ, നോക്ക്, ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെയാണ് അല്ലേ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കണോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ആ കൊച്ചു പെണ്ണോട് വേറെ പയ്യുണ്ട്. അവനാണ് ലൈന് വേറൊരുത്തരെ കാണാൻ പോകണം, ബെസ്റ്റിയെ കാണാൻ പോകണം. അവൻ്റെ ഫോട്ടോ കാണിച്ചു തരണം. എന്തോ ഭയങ്കര പ്രൗഡിയായിട്ട് പറയണം. ആ പെണ്ണ് അവാർഡ് കിട്ടിയ പോലെ, ഞാൻ എൻ്റെ ബെസ്റ്റി കാണാൻ പോണ്, എനിക്ക് 10 രൂപ വെള്ളം കുടിക്കാൻ വേണം. 8 പഠിക്കുന്ന പെണ്ണ് ഓപ്പൺ ആയിട്ടൊന്ന് പറഞ്ഞു ലൈൻ ഉണ്ടെന്നുള്ളതൊക്കെ. ഇത് ഞാൻ വീട്ടിലെല്ലാവരോടും പറയാൻ പോവാ. അത്രേ ഉള്ളൂ, പറഞ്ഞോ. ഈശ്വര, ഇതാണ് നോ ജനറേഷൻ. ഓരോരോ ജീവിതം ഓരോരോ കയ്യിൽ. 6728. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. പുള്ളാണോ പുഷാണോ? പുള്ളാകുമ്പോൾ വലിക്കണം, പുഷാകുമ്പോൾ തള്ളണം. തള്ളാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല സുധീഷ. നല്ല തള്ളൂല്ല, പുഷ് തോന്നണം. തള്ളാത്ത ലോകത്ത് ആരുണ്ടല്ലേ, എല്ലാവരും തള്ളും. ഓക്കെ, പോവാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 2.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം സമൂസ ആൻഡ് ഡോണറ്റ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:10 ആവാറായി. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്, കൊച്ചാർ റോഡ് വഴി. കൊച്ചാർ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഹിസ്റ്ററി കാണും, നമുക്കതൊക്കെ നോക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മളിങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ അടിച്ചു വിടും. കൊച്ചു എന്ന് പറയുമ്പോൾ ചെറുത്, 6 എന്ന് പറയുമ്പോൾ നദി. ഇപ്പോൾ കൊച്ചു 6 ഓടിക്കാണ് ഈ വഴിയേക്ക്. അതാണ് കൊച്ചാറെന്ന് പറയാൻ കാരണം അല്ലേ. അങ്ങനെ ആയിരിക്കും അല്ലേ. വൈകുന്നേരം ആകുമ്പോൾ സൂപ്പറാണ്. നല്ല തണുത്ത കാറ്റ് ഓടിച്ച് വെയിലും കാണൂല. നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് പാട്ടും പാടി ഈ ഒരു വൈകുന്നേര സമയത്ത് വണ്ടി ഓടിക്കുന്ന സുഖം വേറെ ലെവലാണ് കേട്ടോ. ഏഷ്യർ എണ്ണ ഒന്ന് മാറി തന്നെ പോട്ട്. 1 മണിക്കൂർ കൊണ്ട് ബാക്കി തോണ്ടിരിക്കുകയാണ്. ഏഷ്യർ സൗണ്ട് ഹോൺ ഹീര അപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത് തന്നെ. വണ്ടി അകത്ത് വയ്ക്കാം. വാ, വണ്ടി ഇവിടെ വെച്ചാൽ കുഴപ്പമുണ്ട്. ഇവിടെ വെച്ചാൽ മതിയായിരുന്നു അല്ലേ. ശരി, വാ, വണ്ടി അകത്തുകൊണ്ട് വയ്ക്കാം. ഇത് കൺഫ്യൂഷൻ ആവില്ലേ. ഒന്ന് അകത്ത് വേലേ വെളി പോയി എന്ത് ചെയ്യാം, അകത്ത് വയ്ക്കാം. വാ, ചില ബൈക്കോടൊക്കെ അവിടെ. ഓക്കെ ശരിക്കകത്ത് ഹെഡ്ഫോണ്, ടൈറ്റ് ഹെൽമെറ്റ്, ഒരുമാതിരി ഇരിക്കണം. ഓക്കെ പോലോ.
9. ഈ ലിഫ്റ്റിന് വീതി കുറവും നീളം കൂടുതലും. ഹാഷ് ബീച്ച് ഹവാറിയോ സുഖമാണല്ലോ. ട്രിപ്പ് പോകണ്ടേ? ലോങ് ട്രിപ്പ് ഈസി താടി ട്രിം ചെയ്ത് കുറച്ച് പൈനായല്ലേ. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. സെയിം ടു യു. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 26 രൂപ 25 പൈസയാണ്. നേരത്തെ കണ്ട സംഭവം ഭയങ്കര ഷോക്ക് ഇടാൻ എനിക്ക് എന്ത് പറയാൻ. കൊച്ചു പെണ്ണ് എട്ടി പഠിക്കണം. എന്ത് ധൈര്യമായിട്ട് പറയണമെന്നറിയാമോ, ലൈനുണ്ട് ബെസ്റ്റ് ഉണ്ടെന്നൊക്കെ. എൻ്റെ അമ്മോ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു വ്ളോഗറാണോ ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്നൊക്കെ. ഇപ്പോൾ ഇപ്പോഴത്തെ കൊച്ചു ജനറേഷൻ ഒന്നേന്ന് ആലോചിക്കുക. നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാം റീൽസും ഈ ഷോയും ഈ ഒരു ട്രെൻഡൊക്കെ ഇതല്ല നമ്മുടെ ജീവിതം. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്, ഈ ട്രെൻഡിങ്ങിന് മാത്രം. 5 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ പഴയതാവും. അപ്പോൾ ഇതാണ് ജീവിതം, ഇത് കാണിക്കുന്ന ഷോയാണ് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വിചാരിക്കുന്നത് മഹാ തെറ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്കില്ലാണ്. ആ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുന്ന സ്കില്ലായിരിക്കണം, അല്ലാതെ ചുമ്മാ ഷോ കാണിക്കുന്ന സ്കില്ലാൻ പാടില്ല. എല്ലാവർക്കും ഇപ്പോഴത്തെ ട്രെൻഡിൽ അങ്ങ് ജീവിച്ച് പോവുക. ആ ട്രെൻഡിൽ കാണിക്കുന്ന സംഭവങ്ങൾ തെറ്റാണോ ശരിയാണോ അറിഞ്ഞൂടാ. അത് 10 പേര് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് എന്ന് വിചാരിച്ചാൽ മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ കുറ്റം പറയാൻ പാടില്ല. ഇവരെ അച്ഛനെ വേണ്ടല്ലോ, അവരാണ് അടിക്കേണ്ട ആദ്യം. പിള്ളേർ എങ്ങനെ പോകണം, എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാതെ നിൽക്കുകയാണ് അല്ലേ. ചോദിക്കണ്ടേ മക്കൾ എവിടെ പോകണം, 6 മണിക്ക് ശേഷം ഞാനെ വീട്ടിൽ പോകണം, ആ വീട്ടിൽ വിളിച്ച് ചോദിക്കണം ഇവിടെ എത്തിയായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ചുമ്മാ അങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ്, എങ്ങനെയും തൊലഞ്ഞ് പൊക്കിയോ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ കൂടുതൽ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വില്ലന്മാരെ ഇപ്പോൾ പിള്ളേർക്ക് അറിയാമോ. നമുക്കിട്ട് ലാസ്റ്റ് പണി തരും എന്തിനാവശ്യമില്ലാതെ. സംസം പാളയം എത്തിയിട്ടുണ്ട്, വണ്ടി കൊണ്ടുവെക്കാം. ബാ ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ബാ പോയെടുക്കാം. നല്ല നല്ല പിള്ളൈകളെ നമ്പി இந்த നാട് ഇറുക്കുത് തമ്പി. 3411. ഒരു ക്യാമറ കൊണ്ട് വ്ളോഗ് ഇറക്കി കഴിഞ്ഞാൽ 10 പേര് നോക്കും നമ്മളെ. ഷോ ആണല്ലേ. ഐ എം ദ വ്ളോഗർ, പ്രോ വ്ളോഗർ. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ SS കോവിൽ റോഡാണ്, തമ്പാൻ്റെ. ഇവിടെ കറക്റ്റ് 2.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബ്ലോക്ക് ബസ്റ്റർ മന്തി. ബ്ലോക്ക് ബസ്റ്റർ ഈ ബ്ലോക്ക് ബസ്റ്റർ പറയുമ്പോൾ എപ്പോൾ തെറ്റിപ്പോകും. ബ്ലോക്ക് ബസ്റ്റർ മന്തി വിത്ത് ഷവായാണ്. മണിപ്പോൾ കറക്റ്റ് 7 കാലമായിട്ടുണ്ട്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. വേറെ ഒരു വിഷയമുള്ള നേരെ പോയാൽ മാത്രം മതി, കട്ടയ്ക്ക് മുന്നോട്ട്. ഇതെന്തോന്ന് ഇവിടെ നിർത്തിക്കുന്നത്, നിർത്താൻ പാടില്ല അങ്ങനെ. അയ്യോ ഡേഞ്ചറാണ്. എനിക്ക് റാപ്പ് സോങ് പാടുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അത് പാടാൻ പറ്റും എന്നെ കൊണ്ട്. നല്ല സ്പീഡിൽ വായിക്കാത്ത വാക്കുകൾ പറഞ്ഞില്ല കേട്ടോ. എന്തൊരു പാടായിരിക്കും പാടാൻ. ഇമ്മോ ചുമ്മാ കടപ്പടപ്പട പാടിയ കാര്യമില്ല. വാക്കുകൾ പറഞ്ഞ് പാടണം കറക്റ്റായിട്ട്. പക്ഷേ ട്രെയിനിങ് കുറേ വേണം കേട്ടാ. അടുത്ത വ്ളോഗിൽ നോക്കി റാപ്പ് സോങ് പാടും. എന്താണ് അവിടെ നിർത്തണമുണ്ട്. ചെറിയ ബമ്പൊന്നുമില്ല. അത് ജോയിൻറ്റ് ചെയ്യണത്. പാലങ്ങൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നടുക്കൊരു ക്രോസിങ് വരും. അതിനെ പറയേണ്ട ആവശ്യമില്ല, പറന്ന് പോയാൽ മതി. അയ്യോ ഞാൻ ഓട്ടൊക്കെ പോകാനായിട്ട് കളിക്കണം. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ ലൊക്കേഷൻ. ഇവിടെ അകത്തേറി പോകാൻ പെർമിഷൻ ഉണ്ട്. അത് ഇവിടെ വിളിക്കണം. ഇവിടെ വിളിച്ച് നോക്കാം. റീച്ച് ലൊക്കേഷൻ കോൾ കസ്റ്റമർ. ഇവിടെയാണ് സൊമാറ്റോ. 230. ഓക്കെ 230 ബാക്കി തരാമേ. ഗൂഗിൾ പേ ചെയ്യട്ടെ ബാക്കി. ശരിയെന്നാ. ഓക്കെ, അങ്ങനെ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. പൈസ വാങ്ങിച്ചിട്ടുണ്ട് 230 രൂപ. ഓക്കെ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 28 രൂപ 57 പൈസയാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം തമ്പാനൂർ. അടുത്ത ഓർഡർ അടിച്ച് സൂപ്പർ. നാരായണ ഭവൻ ഫാമിലി റെസ്റ്റോറൻറ്റ്, സ്റ്റാച്യൂവിൽ. നാരായണ ഭവൻ റീച്ച് ലൊക്കേഷൻ. റെഡി ആയില്ലേ? വെയിറ്റ് ചെയ്യാം, 1 മിനിറ്റ് ആവും. ഓക്കെ റെഡിയായി. ബാപ്പ എടുക്കാം. ദൈവം പാതി സത്തൻ ആദ്യം തന്നെ ഓർഡർ പിക്കഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട്ടയാണ്. ഇവിടെ കറക്റ്റ് 3.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം എന്തോ ഐറ്റം അത് തട്ട് ദോശ കോമ്പോ ആൻഡ് ഫിഷ് മീൻ കറിയാണ്. ഫിഷ് മീൻ കറി എന്തോ സുധീഷ പറയണം, എനിക്ക് എന്തോ പറ്റിയേട്ടാ. തട്ട് ദോശ കോമ്പോ ആൻഡ് കുടംപുളി ഫിഷ് കറി. ഓക്കെ ചെറിയൊരു തലവേദന, അത് കാരണം ചെറിയൊരു കൺഫ്യൂഷനും അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് വേറെ നല്ല ഉച്ചയ്ക്ക് നല്ല വിശന്നായിരുന്നു. വിശന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിക്കും. സാറിന് സംഭവം ഓർഡർ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വിട്ടുപോയി കഴിക്കാനായിട്ട്. പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് സമയമായിപ്പോയി. അങ്ങനെ ലേറ്റായിട്ട് കഴിച്ചപ്പോഴാണ് ഈ തലവേദന വന്ന് തുടങ്ങിയത്. അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്ന് അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ അൺകംഫർട്ടബിൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വൈബിലോട്ട് പോകണം അല്ലേ. ആ വൈബ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഉഗ്രൻ ടൂർ പോകണം. ആ ടൂറാണ് നമ്മൾ ശനിയാഴ്ച പോകുന്നത്. ബാക്കി ആംബുലൻസ് പറഞ്ഞു വഴി വിട്, ഇത്രേ ഉള്ളൂ. എണ്ണം പോയിട്ട് മതി ബാക്കിയുള്ള കളിയൊക്കെ. അപ്പോൾ ഇതാണ് അക്ഷരവീതി റോഡ്. ഇവിടെ റോഡ് കിട്ടായത് പുതിയതായിട്ട്. നേരത്തെ അറിഞ്ഞാൽ ഇത് എന്നാൽ മതിയാണ്. ഞാൻ കറങ്ങി വന്നു. അന്ന് സമയത്ത് റോഡ് ഭയങ്കര മോശമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പോയി. ഇതിപ്പോൾ നോക്കിയപ്പോൾ റോഡ് കിട്ടിയിരിക്കണം. ചുമ്മാ വെറുതെ കറങ്ങി ആവശ്യമില്ലാതെ. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ പോലായിപ്പോയി അല്ലേ. ഓക്കെ, വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവണം. എന്തോ ഇത് ബാറ്ററി പോയതുകൊണ്ടാണ്. അത് എന്തെങ്കിലും ഡസ്റ്റ് കയറിയാ, ചിലപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനിൽ ഡസ്റ്റ് കയറിക്കണം. അത് കാരണം ആയിരിക്കാം. കൊണ്ട് കാണിക്കണം എല്ലാം കൊണ്ട്. സമയം വേണ്ടേ, പൈസയും വേണ്ടേ, അതല്ലേ വിഷയം. ഓക്കെ, ഹൗസ് നമ്പർ 41 ഈ മുടുക്കിനകത്താണ്. ഇതുപോലത്തെ മുടുക്കിലൊന്നും ബൈക്ക് കൊണ്ട് കയറാൻ പണി കിട്ടും. ലാസ്റ്റ് റിവേഴ്സിൽ വരണ്ടെന്ന്. അങ്ങനെ റിവേഴ്സിൽ അറിയാമല്ലോ എന്ത് പാടുന്നുള്ളത്. 2 കാലുകൊണ്ട് നിൽക്കി ബാക്കിലോട്ട് വരണം. വളക്കി 50 സ്ഥലം വേണ്ട. ഇത് ഒരു വഴി പാതയാണ്. ഫ്രണ്ടിൽ പോയാൽ അങ്ങനെ നേരെ പോവുക വഴി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി വെച്ചിട്ട് നടന്ന് വീട്ടിൽ ബസ് പിടിച്ച് പോകുക. അത്ര തന്നെ. ഹൗസ് നമ്പർ 41 അപ്പുറത്താണ്. സംഭവം ഇവിടെ നല്ല വീതി ഉണ്ടല്ലോ, ബൈക്ക് കൊണ്ട് വരായിരുന്നു. ഇപ്പോഴും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായി പോയി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഞാൻ സാമ്പാർ ആവാതെ പുളിശ്ശേരിക്ക് ആസ്വദിച്ച് ഇടയ്ക്കിടയ്ക്ക്. സൊമാറ്റോ ആണേ. ഞാൻ ഇവിടെ എത്തിയായിരുന്നു. ഇവിടെ 41 അവിടെ നിൽക്കുകയാണ്. പട്ടിയുണ്ടോ? അയ്യോ. ഓക്കെ ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് തക്വ റെസ്റ്റോറൻറ്റ്. കോഡ് സൂപ്പർ. ടിപ്പ് 30 രൂപ. അക്സെപ്റ്റ് കാണുമല്ലേ. ഓക്കെ സന്തോഷം കണ്ടതിൽ. താങ്ക് യു.
ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും അത്രേ ഉള്ളൂ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമ്മ അങ്ങോട്ട് പോവാ, ഒന്നിച്ച് പോവാം. എന്ത് സ്നേഹം കണ്ട പയ്യന്മാരൊക്കെ, അതാണ് അല്ലേ LAPG ഗ്യാങ് എന്ന് പറഞ്ഞ ചുമ്മയാ. ഓക്കെ ബൈ. അത്ര തന്നെ. പേരിതാണ്? പേര് അരുൺ. ഓക്കെ കാണാം ഇവിടെ വെച്ച്. ഓക്കെ ശരി. ഇവിടെ എന്തോ ഷോപ്പയാ. ഓ കാണുമ്പോൾ കൊതിയാവണല്ലേ. ആ കുബൂസിൽ വെച്ച് ചുരുട്ടെടുക്കുമ്പോഴേ അത് വാങ്ങിച്ച് തിന്നാൻ തോന്നണം. ഓക്കെ റെഡിയായി. അതെ ചിക്കൻ കറി, ഷവർമ, ചിക്കൻ റോൾ. ഓക്കെ പോന്നാ. അപ്പോൾ ഓർഡർ പിക്കഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആനയറാണ്. ഇവിടെ കറക്റ്റ് 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല ചൂട് ഷവർമ റോളും നല്ല ചൂട് ചിക്കൻ കറിയും. ചൂടെന്ന് പറയാൻ കാരണം അത്ര ചൂടായിരുന്നു. കൈ പൊള്ളി പോയിട്ടെ. എൻ്റെ അമ്മോ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിരിക്കണം. എന്നാൽ പോലും എന്ത് ചൂട്, കൈ നിൽക്കണം. എടുത്തെറിയാൻ തോന്നി കയ്യിൽ നിന്ന്. എന്തായാലും കൈ പൊള്ളിയത് കുഴപ്പമൊന്നുമില്ല. കസ്റ്റമറെല്ലാം ചൂടോടെ കഴിക്കുമല്ലോ, അത് മതി, സന്തോഷം. ഇത് മഞ്ഞാണോ പുകയാണത്? പുക ആരോ തീയിടണം. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ വാളെ വിറയ്ക്കുന്നേ നിന്നെ കണ്ടാലേ. മാർക്കോ സിനിമയിലെ പാട്ടാണ്. കിട്ടില്ല മാസ് സോങ് അല്ലേ, ഒരു രക്ഷയില്ല. പക്ഷെ പടം കുറച്ച് വയലൻസ് കൂടുതലാണ്. കുറച്ചല്ല, നല്ല വയലൻസ് ഉണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രോമാഞ്ചമാണ്. അത്രയ്ക്ക് ഒരു മാസ് ഫീൽ അല്ലേ. ഇതുപോലത്തെ പാട്ട് കേട്ടാ ചുമ്മരിക്ക് തന്നോ, ഇടിക്കാൻ തന്നോ ആരെങ്കിലും പിടിച്ചല്ലേ. എന്തായാലും പടമായിട്ട് കാണുക, അത്ര തന്നെ അല്ലേ. പടത്തിൽ കാണിക്കുന്ന എല്ലാം വെറും ഒരു നാടകം മാത്രമാണ്, ഒറിജിനൽ അല്ല. റിയൽ ലൈഫിലെല്ലാം വേറെയാണ്. ഇവിടെ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജന്മം പാഴാണ്. ഇവിടെ പോലെ ഉത്സവം അല്ലേ. മാടന്നപ്പുര. ഇപ്പം കൈ കാണിച്ചില്ല ഒരാൾ, ഒരു ചെണ്ട കാണിക്കുന്ന പയ്യൻ. കയറി LAPG ഗ്യാങ് ആയിരിക്കണം. ഓക്കെ ലൊക്കേഷൻ തറായി. ലൊക്കേഷൻ എത്തിയാ? ഫ്ലാറ്റാണാ. വണ്ടി എവിടെ കൊണ്ട് വയ്ക്കാൻ? സെക്യൂരിറ്റി എവിടെ? വണ്ടി ആ സൈഡിലൂടെ കേട്ടാ, അവിടെ കൊണ്ട് വയ്ക്കാം. ഈ സൈഡിലായിട്ട് സെക്യൂരിറ്റി കാണാനില്ല. ഇവിടെ വയ്ക്കാനേ 10 AI പോകണം. ആ ഓക്കെ 10. ഓ തളർന്നില്ലേ എൻ്റെ അമ്മോ, തലവേദന സഹിക്കാൻ പറ്റില്ല. അതാണ് മെയിൻ വിഷയം. ഓക്കെ ടേക്ക് ഫോട്ടോ. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സൂപ്പർ കേട്ടാ. 186 കേട്ടോ ഈ ഓർഡറിന്. 86 രൂപ ഓർഡർ ഏണിങ്, 70 രൂപ ടിപ്പ്. വെൺപാലവട്ടം ഇമ്പീരിയൽ കിച്ചനാണ്. അക്സെപ്റ്റ് ഓർഡർ. സംഭവം ഒന്ന് കൊള്ളാലോ. ടിപ്പ് കുറെ കെട്ടിക്കൊണ്ടിരിക്കാനല്ലേ. 20 രൂപ ക്യാഷ് ടിപ്പ് കെട്ടി, കുറച്ച് മുമ്പ് 30 രൂപ ടിപ്പ് കെട്ടി, ഓൺലൈൻ ടിപ്പ്. ഇപ്പോൾ ഒരു 70 രൂപ ഓൺലൈൻ ടിപ്പ് കെട്ടി. അങ്ങനെ ടിപ്പുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കേട്ടോ. ഇന്നത്തെ ദിവസം അടിപൊളി. ഓ എല്ലാം ദൈവത്തിന്റെ കൃപ അല്ലേ, വേറെ എന്ത് പറയാൻ. എല്ലാം ഭഗവാന്റെ കൃപ. അതൊക്കെ തന്നത് ഞാനല്ലേ, പിന്നെന്തിനാ ദൈവത്തിന് നന്ദി പറയണേ. വെൺപാലവട്ടം ഇമ്പീരിയൽ കിച്ചൺ റീച്ച് ലൊക്കേഷൻ. റെഡിയാ നോക്ക് പെട്ടെന്ന്. ഓർഡർ കുറെ എടുക്കാനുള്ളതാണ്. ടൂർ പോകാനുണ്ട്, പൈസ ആവശ്യമുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡിയായ? ഇല്ല, റെഡി ആയിട്ടില്ല. എന്ത് സംഭവം റെഡി ആവാത്തത്? 1 മണിക്കൂറായല്ലോ. 1 മണിക്കൂറായാലും ഒരു 15 മിനിറ്റായി. റെഡി വരോ? അങ്ങനെ അത് റെഡി വരോ? 3306 ആണ് അല്ല. അപ്പോൾ അതല്ല, സമയമാകും. എന്തായാലും വെയിറ്റ് ചെയ്യാം. അയ്യോ ചില ഓർഡർ എങ്ങനെയാണ്, ഒരുപാട് സമയം എടുക്കും. അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി. കുഴപ്പമില്ല, 156 കിട്ടല്ലേ, വെയിറ്റ് ചെയ്യാം, ഒരു വിഷയമില്ല. റെഡി വന്നു. സൂപ്പർ. അതെ റെഡി വന്നു. ഓക്കെ താങ്ക് യു. ശരി. സ്കാൻ ചെയ്യണം അല്ലേ? സ്കാൻ ചെയ്യണം കേട്ടോ. QR കോഡ് ഇതിലുണ്ടോ? ഇതാണോ? ഓക്കെ ഇത് സംഭവം പുതിയതാണ്. ഇങ്ങനെ വരാമെന്നല്ലോ സാധാരണ. ഇങ്ങനെ സ്കാൻ ചെയ്യണം. ഇങ്ങനെ തന്നെ സ്കാൻ ആവണില്ല. ബാർകോഡല്ലേ? ഓക്കെ റെഡി. ഓക്കെ ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം പേരക്കോട് AKG നഗറാണ്. ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ ടിക്കയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. ഈ 1 മണിക്കൂർ ഇവിടുന്ന് പോകാൻ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും അവിടെ എത്താനായിട്ട്. അരമണിക്കൂർ രാവിലെ ഒരു 15 മിനിറ്റ് ആകുമായിരിക്കും. ഒരു 3/4 മണിക്കൂർ സമയമുണ്ട് ബാക്കി അല്ലേ. ആ 3/4 മണിക്കൂറിൽ 2 ഓർഡർ അടിക്കുമായിരിക്കും. എത്ര തന്നെ. വൈബ് കളർഫുൾ ലൈറ്റ്. അടിപൊളി. പൊങ്കാലൊക്കെ ഓർമ്മ വരണം. മിസ് യു ആറ്റുകാൽ പൊങ്കാല. അടുത്ത വർഷം കാണാം എന്തായാലും. റൗഡി ബേബി സോങ് കേട്ടാ, പൊളി. കിട്ടില്ല പാട്ടല്ലേ. ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. ടിക്ടോക്ക് ഇറങ്ങിയ സമയമായിരുന്നു അല്ലേ. ഈ പാട്ട് റീൽസ് ചെയ്ത ആൾക്കാരില്ല ആ സമയത്ത്. ചൂടൊക്കെ മാറിയേട്ടാ, നല്ല തണുപ്പുണ്ട്. സംഭവം നല്ല മഴയൊന്നും പെയ്തില്ല, പക്ഷെ നല്ല മഴക്കോളുണ്ടായിരുന്നു. ആ മഴക്കോൾ കാരണം നല്ല മഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല AC പോലത്തെ ഫീൽ. കൊള്ളാം. ഈ ചൂട് സമയത്ത് ഈ ഒരു AC പോലത്തെ ഫീൽ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ കൊള്ളായിരുന്നു നമ്മളിപ്പോൾ ആൾക്കാർക്കൊക്കെ. ഓക്കെ വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് ഫ്ലാറ്റ് കല്യാൺ സഫയർ. ഓക്കെ അവിടെയാണോ? ഓക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഫുഡ് കൊണ്ടുപോകണം അല്ലേ? 13 AI പോകണം. ഓക്കെ ശരി. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. പോകണം.
ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഫാസോസ് വ്രാപ്പ് റോൾസ് ആൻഡ് ഷവർമ. ഇതെവിടെ? വേറെ കൂടെ ജംഗ്ഷനിൽ അക്സെപ്റ്റ് ഓർഡർ കൂടി, ചെറിയ ഓർഡർ തന്നെ. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ ഓഫ്ലൈനിൽ പോവാം, ഓട്ടോമാറ്റിക് ഓഫ്ലൈൻ ആയിക്കോളും. സംഭവം ഒട്ട് വയ്യട്ടെ, തലവേനായതുകൊണ്ടേ വർക്ക് ചെയ്യാൻ ഒരു മൂഡില്ല. അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. വാ, ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിലോട്ട് പോവാം. കമോൺ കമോൺ, കൊയ്ക്ക്. ബ്രോയുടെ പേരെന്താണ്? സാജുവാ? സാജു. ഓക്കെ, അപ്പോൾ കണ്ടതിൽ സന്തോഷമുണ്ട്. നമ്മൾ LAPG ഗ്യാങ്ങിലാണ് പുള്ളിക്കാരൻ. അപ്പം പറ, LAPG ലൈഫ് അടിച്ച് പൊളിക്കണം പറ. അത്ര തന്നെ, കട്ടൊക്കെ നിൽക്കണം വേറെ നിമിഷം. ഓക്കെ, റെഡി വന്നാച്ച്. ബാ പോയി എടുക്കലാം. എല്ലാം അടച്ചാ ഷട്ടൊക്കെ ഇട്ട്. വഴി കൊണ്ട് ഇതുവഴി പോകാം. ബാ, റബൽ ഫുഡ്സ്, ഇതാണ് ഡെലിവറി പോയിന്റ്. ഇതുവഴി പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം. ഹൈറ്റ് കുറവാണ് ഡോറിന്. അപ്പോൾ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് പോകണം. പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത്രേ ഉള്ളൂ. ഇത് തന്നെ 1702. ഓക്കെ, അത് തന്നെ. ഓക്കെ, അഗൈൻ പുരുഷി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാം. ഓക്കെ, പിക്ഡ് ഓർഡർ. നമ്മൾ ലാസ്റ്റ് ഓർഡർ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലമുക്കാണ്. ഇവിടെ കറക്റ്റ് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബുന ഫ്രാപ്പ് ചിക്കൻ. എന്താണ് ബുന ചിക്കൻ ഫ്രാപ്പാ? എന്തെങ്കിലും ആവട്ടെ. ശരി, മണി ഇപ്പോൾ കറക്റ്റ് 1:55 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകും. അത്ര തന്നെ. വയ്യ, ഒട്ടും വയ്യ. തലയ്ക്കകത്ത് എന്തോ ഒരു വെയിറ്റ് വെച്ച പോലെ ഇരിക്കണം. അയ്യോ, പെട്ടെന്നാവട്ടെ വീട്ടിൽ പോകണം. എന്തെങ്കിലും വീട്ടിൽ പോയി നല്ല ചൂടായിട്ട് കഴിച്ച് കിടന്ന് ഉറങ്ങിയാലേ ശരിയാവുള്ളൂ. ഓക്കെ, നമ്മ ലൊക്കേഷൻ പക്കത്തിലെ ബന്ധാച്ച്. അത് മുടുക്ക്. ഇവിടെ ഇവിടെത്തിയാ ഇതായിരിക്കും വീട് മിക്കവാറും. 19, 17 അവിടെയാണോ? ഓക്കെ, ഇവിടെ അല്ലേ? ഓക്കെ, ശരി. ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 22.74 പൈസയാണ്. ഒട്ടും വയ്യ, തളർന്ന് അറ്റം നിൽക്കുകയാണ്. തല കറങ്ങി വീട് മിക്കവാറും ഈ കണക്കിലാണ്. തലേന്ന് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പാടില്ല, റെസ്റ്റ് എടുത്തോണം അല്ലേ. നമ്മളിത് ബുക്ക് ചെയ്ത് പോയി, പിന്നെ ബുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റലി കിട്ടില്ല. ഗോ ഓഫ്ലൈൻ. ഓക്കെ, സാധനം വാങ്ങി വന്നാച്ച്. എന്തൊക്കെ സാധനം വാങ്ങണം എല്ലാം വിളിച്ച് പറഞ്ഞു വാട്സാപ്പ് വഴി. പോണാ? പിന്നെ ലൈവ് അല്ല, റെക്കോർഡിങ് ആണെങ്കിൽ ലൈവ് ആക്കാം. ഇനി ആവട്ടെ. വീഡിയോ ആണോ? അടിപൊളി. നമ്മളെ ആൾക്കാരൊക്കെ തന്നെ നിങ്ങളൊക്കെ അല്ലേ? സുഖമാണോ? എവിടെ താമസിക്കുന്നത്? ആണാ? പൊളി. എവിടെ താമസിക്കുന്നത് ഇപ്പോൾ? ലങ്കേ തന്നെ. ശരി, ഓക്കേടാ. ചേട്ടാ, ഓക്കെ. 100 രൂപ. ഇത് എളുപ്പമുണ്ടല്ലേ വിളിച്ച് പറയുമ്പോൾ? അത്ര തന്നെ. അപ്പോൾ ഇതുപോലെ വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർ എടുത്ത് നോക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് നേരെ എടുത്തുകൊണ്ട് പോകാം അല്ലേ. ലിജോ ജോസഫാ പേരെന്തോന്നു? ലിജോ ജോർജ് ആണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ വാട്സാപ്പ് നമ്പർ വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പുള്ളി സാധനം എടുത്ത് വയ്ക്കും. നമുക്ക് നേരെ എടുത്തുകൊണ്ട് പോകാൻ ചെയ്യാം. 1/2 കിലോ ഉരുളക്കിഴങ്ങ്, 1/2 കിലോ സവാള, 2 പാല് 100 രൂപ ആയിട്ടുണ്ട്. ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പോട്ടാ. സൂപ്പർ. ഇന്നല്ല ഫോമിലാണല്ലോ. ഓക്കെ, അങ്ങനെ സാധനം മതി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി ആൻഡ് മുട്ടക്കറി. വാവ്, കമോൺ ഗൈസ്. അപ്പോൾ എപ്പോഴും പോലെ ഒരു വലിയ പീസ് ചപ്പാത്തി ഇങ്ങനെ ഉള്ളിയോ പിച്ച എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ വച്ചിട്ട് കുറച്ച് മുട്ടക്കറി എടുത്ത് വച്ചിട്ട് ഇങ്ങനെ പപ്സ് സമൂസയെ പോലെ മടക്കി കൊള്ളാം. ഗ്രാവി വേണോ? ഗ്രാവി ഇല്ല. അപ്പോൾ ഇതാണ് കാപ്പി. വയറുനിറയെ കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ തലവേദന മാറിക്കിട്ടും. അത്ര തന്നെ, അതൊന്നും പറയാനില്ല. ഒട്ടും വയ്യ. പിന്നെ അടുത്ത വ്ളോഗ് സ്പെഷ്യലാണ്. ഞാനത് പറഞ്ഞില്ല എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ഞാൻ നാളെ പറയാം എവിടെയാണ് പോകണമെന്നുള്ളത്. ഫാമിലി ട്രിപ്പാണ്. 7 വലിയ ആൾക്കാർ, 3 കൊച്ചു പിള്ളേർ. അങ്ങനെ ഫുൾ ഫാമിലി ഉണ്ട്. കാറിലാണ് പോകാൻ പോകുന്നത്. കുറച്ച് ലോങ് ആണ്. അപ്പോൾ പൊളിക്കാൻ പോവുകയാണ് ഈ ഒരു വെക്കേഷൻ. കേട്ടല്ലോ. അപ്പോൾ ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് സൂപ്പർ വൈബായിരിക്കും. സൊമാറ്റോ ഫാൻസ് ഈ വ്ളോഗ് കണ്ടാൽ കൊള്ളായിരുന്നു. കണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവും. പിന്നെയും കുറേ സൂപ്പർ വ്ളോഗ് ചെയ്യാം. സൊമാറ്റോ തന്നെ നമുക്ക് കേരളം മൊത്തം ചെയ്യാം വേണമെങ്കിൽ. എല്ലാം നിങ്ങളതിനാണ് ഉള്ളത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും പോലെ ഇരിക്കും. കേട്ടല്ലോ. ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. ഗൈസ്, കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം.